ഹോർമൂസ് കടലിടുക്കിൽ പിടിമുറുക്കി ഇറാൻ. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച കപ്പലുകൾ ആക്രമിച്ചവയിൽ 2 ഇന്ത്യൻ കപ്പലുകളും. പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഇറാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടി വിദേശകാര്യ മന്ത്രാലയം. ഹോർമൂസിലെ വെടിവെപ്പിൽ കരുതലോടെ ഇന്ത്യ. ഇറാനുമായി അകലം വേണ്ടെന്ന തീരുമാനം. ഹോർമൂസിൽ ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷ ഉറപ്പാക്കാൻ സമ്മർദ്ദം ചെലുത്താനും ഇന്ത്യ. പ്രധാനമന്ത്രിയുടെ വിമർശനത്തെ പ്രതിരോധിച്ച് പ്രതിപക്ഷം. രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നതിന്റെ പവിത്രത കളഞ്ഞുകുളിച്ചെന്ന് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് സിപിഐ. വനിതാ ബില്ലിൽ പ്രതിപക്ഷത്തിനെതിരെ പ്രതിഷേധം തുടരാൻ ബിജെപി. വാൽപ്പാറ അപകടത്തിൽ തേങ്ങലടങ്ങാതെ പാങ്ങ് ഗ്രാമം. പരിക്കേറ്റ 4 പേർ ചികിത്സയിൽ. 2 പേരുടെ നില ഗുരുതരം. ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിന്റെ പങ്കിൽ വ്യക്തത വരുത്താൻ പോലീസ്. അറസ്റ്റിലായവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പ്രതിഷേധം തുടർന്ന് വിദ്യാർത്ഥി സംഘടനകൾ. ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കാൻ നീക്കം. ആരോപണ വിധേയരായ അധ്യാപകർ ഒളിവിൽ തുടരുന്നു. ചുട്ടുപഴുത്ത് കേരളം. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട് താപനില 40 ഡിഗ്രി കടന്നേക്കുമെന്ന് മുന്നറിയിപ്പ്. സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ ജാഗ്രതാ നിർദ്ദേശം. IPL-ൽ ഇന്ന് കൊൽക്കത്ത രാജസ്ഥാൻ പോരാട്ടം. ആദ്യ വിജയ പ്രതീക്ഷയിൽ കൊൽക്കത്ത. പഞ്ചാബ് ലക്നൌ മത്സരം വൈകിട്ട് 7:30.